ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പൊ ഇന്നും നമ്മൾ 100 മാർക്കിന്റെ ഫുൾ മോക്കാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം LD ക്ലർക്കിന്റെ ഫസ്റ്റ് ഫേസ് ആയ തിരുവനന്തപുരത്തിനും അതുപോലെ തന്നെ ഗാന്ധി ബോർഡിനും ഇനി വളരെ കുറച്ച് ദിവസമാണുള്ളൂ. സോ ഇനിയുള്ള ദിവസം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ പറയുന്ന കേരള മുഖ്യമന്ത്രിമാരുടെ ശരിയായ കാലഗണനാക്രമം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4, 3. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്താണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തിരുവിതാംകൂർ ഭരിച്ച താഴെ പറയുന്ന രാജാക്കന്മാരെ കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉത്തരം ഓപ്ഷൻ സി. 4, പ്രധാന UN ദിനങ്ങളിൽ തെറ്റായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ 15. ഈ ഡേയ്സ് ഉണ്ടല്ലോ, ഈ ഡേയ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. വന്യജീവി ദിനം, ജലദിനം, പരിസ്ഥിതി ദിനം, അതുപോലെ മണ്ണ് ദിനം, ഇതൊക്കെ നമ്മൾ തണ്ണീർത്തട ദിനം, ലോക ആരോഗ്യ ദിനം, ഇതിന്റെ ഒക്കെ തീംസ്, പ്രമേയങ്ങൾ ഷുവർ ആയിട്ടും പഠിച്ചിരിക്കണം. ഈ പ്രാവശ്യം 2024 നടത്തിയ ഒരു എക്സാമിൽ 052 നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ, ക്വസ്റ്റ്യൻ നമ്പർ കോഡാണ്. 2 പ്രമേയങ്ങൾ, 2 തീംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5, കാർഷിക നിയമങ്ങളെ പറ്റി പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി സുപ്രീം കോടതി നിയോഗിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4. 6, പന്തലാസ എന്നത് താഴെ പറയുന്നവർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. സമുദ്രം. 7, റൂർക്കേല സ്റ്റീൽ പ്ലാന്റ് നിർമ്മാണത്തിന് ഏത് രാജ്യത്തിന്റെ സഹകരണമാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ജർമ്മനി. 8, ഭൂമിയുടെ ഉൾഭാഗമായ നൈഫിൽ ഏതൊക്കെ മൂലകങ്ങളാണ് പ്രധാനമായി അടങ്ങിയിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിക്കലും ഇരുമ്പും. 9, ഇന്ത്യയിൽ ഏത് തരം ഉൽപാദന നിലയങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി, താപവൈദ്യുതി നിലയങ്ങൾ. 10, മണ്ണിടിച്ചിലിൽ ദുരന്തമുണ്ടായ പെട്ടിമുടി ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇടുക്കി. 11, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2 മാത്രം. ശരിയായ നിരീക്ഷണങ്ങളാണ് 2 മാത്രം. ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ്. 12, ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത്. GST കൗൺസിലിന് അധ്യക്ഷം വഹിക്കുന്ന കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. 13, ഇന്ത്യയിലെ കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുത ഏത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. ഗോതമ്പ് ഖാരിഫ് വിളയാണ്. 14, ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3. 1, 2, 3. ആഗോളവൽക്കരണം, പുറം വാങ്ങൽ, ഔട്ട്സോഴ്സിംഗ്, ആബിദ് ഹുസൈൻ കമ്മീഷൻ, മൂലധന വിപണികളുടെ വികസനം, സുസ്ഥിര വികസനം, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3. 15, നീതി ആയോഗ് 2021 പുറപ്പെടുവിച്ച സുസ്ഥിര വികസന സൂചികയിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയ സംസ്ഥാനങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരളം, ഹിമാചൽ പ്രദേശ്. 16, മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം. സാമ്പത്തിക സമത്വത്തിനുള്ള അവകാശം, സ്വത്തിനുള്ള അവകാശം. 17, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. 18, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവ ഏതെല്ലാം രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കടമെടുത്തിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ്. റഷ്യ, അയർലൻഡ്. 19, കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വകുപ്പുകൾ ഏതെല്ലാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം. 20, സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയൊന്നുമല്ല.
21 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യത്തെ കമ്മീഷൻ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സർക്കാരിയ കമ്മിറ്റി. 22 ഏത് കോടതിക്കാണ് റിറ്റുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഹൈക്കോടതി, സുപ്രീം കോടതി. ഇമ്പോർട്ടന്റ് ആട്ടോ, ഹൈക്കോടതി ആർട്ടിക്കിൾ 32, സുപ്രീം കോടതി ആർട്ടിക്കിൾ 226. 23 താഴെ പറഞ്ഞതിൽ സ്ഥിരം എക്സിക്യൂട്ടീവ് ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉമാണ്, കളക്ടർ, ചീഫ് സെക്രട്ടറി. 24 രാജ്യസഭാ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഉപരാഷ്ട്രപതി. 25 ശരീര തുലനില പാലിക്കാൻ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം? ഉത്തരം ഓപ്ഷൻ എ ആണ് സെറിബെല്ലം. മനുഷ്യ ശരീരത്തിൽ ഗ്ലോക്കോമ ബാധിക്കുന്ന അവയവം? ഉത്തരം ഓപ്ഷൻ ബി ആണ് കണ്ണ്. ഡയബറ്റിസ് മെലിറ്റസ് എന്ന ജീവിതശൈലി രോഗം ഏത് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഇൻസുലിൻ. 28 പക്ഷിപ്പനിക്ക് കാരണമായ വൈറസ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് H5N1. 29 ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ 3ാം വാർഷികത്തോട് അനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആരോഗ്യ മന്ദൻ 3.0ന്റെ ഭാഗമായി രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച സംസ്ഥാനം? ഉത്തരം ഓപ്ഷൻ എ ആണ് കേരളം. 30 രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം ഇരട്ടിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ മൂല്യം? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മാറ്റം സംഭവിക്കുന്നില്ല. 31 വാഹനങ്ങളിലെ റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് കോൺവെക്സ് ദർപ്പണം. 32 വാഹനങ്ങളെ ഹൈഡ്രോളിക് ബ്രേക്കിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് പാസ്കൽ നിയമം. 33 വാതക നിയമങ്ങളിൽ താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് റോബർട്ട് ബോയിൽ. 34 ഡി സബ്ഷനിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 5. 35 സൾഫ്യൂരിക് ആസിഡ് വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് സമ്പർക്ക പ്രക്രിയ. 36 ഈ വർഷത്തെ സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ജേതാവ്? ഉത്തരം ഓപ്ഷൻ എ ആണ് എം ലീലാവതി. 37 റഷ്യയുടെ മാറിയ ഷറപ്പോവയ്ക്ക് ശേഷം ഗ്രാൻഡ് സ്ലാം ഫൈനൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ ടെന്നീസ് താരം? ഉത്തരം ഓപ്ഷൻ ബി ആണ് എമ്മ റഡുകാനു. 38 എ ഫെറാഗോ ഓഫ് ലെജൻഡറി നോൺസെൻസ് എന്ന കേരള ഉൽപ്പത്തിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ് വില്യം ലോഗൻ. 39 ബോൺസ് കുണ്ടെ എന്ന പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി ആണ് ഫോക്ലോർ. 40 ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത സ്വർണം നേടിയത്? ഉത്തരം ഓപ്ഷൻ ഡി അഭിനവ് ബിന്ദ്ര. 41 അറപ്പുകൈ, വട്ടൻതിരിപ്പ്, പിള്ളതാങ്ങി എന്നീ പദങ്ങൾ താഴെ പറയുന്ന കലകളിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ കളരിപ്പയറ്റ്. 1 nimble is equal to? ഉത്തരം ഓപ്ഷൻ എ 4 ബിറ്റുകൾ. 43 കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ടിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി സോഫ്റ്റ് കോപ്പി. 44 മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നതിന് ഉദാഹരണമാണ്? ഉത്തരം ഓപ്ഷൻ ഡി ഡേറ്റാബേസ് സോഫ്റ്റ്വെയർ. 45 IT ആക്ടിന്റെ സെക്ഷൻ 66A താഴെ പറഞ്ഞവൽ ഏത് സൈബർ കുറ്റകൃത്യത്തിന്റെ ശിക്ഷ നിർദ്ദേശിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആണ് തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത്. 46 സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട പരമാവധി അംഗങ്ങളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് 10. 47 താഴെ പറഞ്ഞതിൽ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാനുള്ള നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ് പോക്സ്കോ ആക്ട്. 48 ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ എത്ര രൂപ വരെ മൂല്യമുള്ള പരാതികൾ സമർപ്പിക്കാം? ഉത്തരം ഓപ്ഷൻ എ ആണ് 1 കോടി. 49 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ഉത്തരം ഓപ്ഷൻ സി ആണ് ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. 50 ഗാർഹിക പീഡന സംരക്ഷണ നിയമപ്രകാരം കേസുകളിൽ വിചാരണ നടത്താനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് മജിസ്ട്രേറ്റ്. അടുത്തത് മാത്സ് ആണ്. ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 4:3 ആണ്. നീളം 3 സെന്റിമീറ്റർ കുറയ്ക്കുകയും വീതി 3 സെന്റിമീറ്റർ കൂട്ടുകയും ചെയ്തപ്പോൾ അതൊരു സമചതുരമായി. ആ സമചതുരത്തിന്റെ വശത്തിന്റെ നീളം എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് 21 സെന്റിമീറ്റർ. 52 5⁻6 plus 5⁻6 plus 5⁻6 plus 5⁻6 is equal to 5⁻x. അങ്ങനെയാൽ എക്സിന്റെ വില എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 7. 53 1 മുതൽ തുടർച്ചയായി കുറെ ഒറ്റസംഖ്യകൾ കൂട്ടിയപ്പോൾ 5984 കിട്ടി. എത്ര ഒറ്റസംഖ്യകളാണ് കൂട്ടിയത്?
ഉത്തരം ഓപ്ഷൻ സി ആണ് 72. 54 ഒരു കാർ എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്നു. ദൂരത്തിന്റെ ആദ്യ പകുതിയിൽ കാറിന്റെ വേഗത 40 km/മണിക്കൂറും രണ്ടാം പകുതിയിൽ 60 കിലോമീറ്ററുമാണ് എങ്കിൽ കാറിന്റെ ശരാശരി വേഗത എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ് 48. 55 ഒരാൾ ഒരു ജോലി 10 ദിവസം കൊണ്ടും അതേ ജോലി മറ്റൊരാൾ 15 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും എങ്കിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും? ഉത്തരം ഓപ്ഷൻ എ ആണ് 6. 56 സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 135. 57 എയുടെ വടക്കാണ് ബി, എയുടെ കിഴക്കാണ് സി, ഡിയുടെ പടിഞ്ഞാറാണ് സി എങ്കിൽ ബി അടിസ്ഥാനമാക്കി ഡി എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് തെക്കുകിഴക്ക്. 58 225 = 81, 113 = 25 ആയാൽ 350 എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 64. 59 വിട്ട ഭാഗങ്ങളിൽ ചേർക്കേണ്ട ശരിയായ ചിഹ്നങ്ങളുടെ ക്രമം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 60 കറക്റ്റ് ആയിട്ട് സിമ്പൽ ഉപയോഗിച്ച് റിലേഷൻ കണ്ടുപിടിക്കാനാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ടിയുടെ അമ്മയാണ് പി. അടുത്തത് ഇംഗ്ലീഷ് ആണ്. 61 ഇൻസേർട്ട് ദ കറക്റ്റ് ആർട്ടിക്കിൾസ് ഫോർ ദ ബ്ലാങ്ക്സ്. I only have hour breaks to finish off my work. ഉത്തരം ഓപ്ഷൻ ഡി ആണ് എ ആൻഡ്. 62 ചേഞ്ച് ദ ഗിവൻ സെന്റൻസ് ടു പാസീവ് വോയിസ്. An uneasy silence succeeded the pistol shot. ഉത്തരം ഓപ്ഷൻ സി ആണ്. The pistol shot was succeeded by an uneasy silence. 63 report the given question and choose the correct option. Which of you knows how to make chicken stew? Said the chief cook. ഉത്തരം ഓപ്ഷൻ എ ആണ്. The chief cook asked which of them knew how to make chicken stew. 64 choose the correct proposition to fill in the blanks. He has been working here -3 years now and the company has made rapid progress he joined there. ഉത്തരം ഓപ്ഷൻ ബി ആണ് for since. 65 put the correct question tag for the sentence. He hardly ever makes a mistake. ഉത്തരം ഓപ്ഷൻ എ ആണ് does he. 66 what do you call a person who never drinks alcohol? ഉത്തരം ഓപ്ഷൻ ബി ആണ് teetotaler. 67 give the antonym of the word liability. ഉത്തരം ഓപ്ഷൻ ബി ആണ് asset. 68 insert the correct verb for the sentence. Either of the candidates that scored good marks. ഉത്തരം ഓപ്ഷൻ ബി ആണ് has. 69 give the appropriate meaning of the idiom Bill castles in the air. ഉത്തരം ഓപ്ഷൻ ബി ആണ് makes foolish calculations. 70 which is the correct spelled word? ഉത്തരം ഓപ്ഷൻ എ ആണ് ഇൻഡസ്ട്രിയസ്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഇൻഡസ്ട്രിയസ്. അടുത്തത് മലയാളമാണ്. നൽ പ്ലസ് നൂല് നന്നൂൽ സന്ധി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആദേശ സന്ധി. 72 നൈയാമികൻ എന്ന പദം വിവക്ഷിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് ന്യായശാസ്ത്രം പഠിച്ചവൻ. 73 മഴ പെയ്തു ഉഷ്ണം ശമിച്ചില്ല ഇവിടെ ചേർക്കാവുന്ന ഘടക പദം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ് എങ്കിലും. 74 സാരം എന്ന പദത്തിന്റെ വിപരീതം. ഉത്തരം ഓപ്ഷൻ ബി ആണ് നിസാരം. 75 മാംസം എന്ന അർത്ഥം വരാത്ത പദമേത്? ഉത്തരം ഓപ്ഷൻ സി ആണ് അശനം. 76 എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. ഈ വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല്. ഉത്തരം ഓപ്ഷൻ എ ആണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. 77 പൂജക ബഹുവചനത്തിന് ഉദാഹരണം. ഉത്തരം ഓപ്ഷൻ ഡി ആണ് അവറുകൾ. 78 ശരിയായ പ്രയോഗം. ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രസംഗ പാടവം. ശവത്തിൽ കുത്തുക എന്ന ശൈലിയോട് അർത്ഥമാക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ് അവശനെ ഉപദ്രവിക്കുക. 70 പൊൽകലശം പിരിച്ചെഴുതുമ്പോൾ. ഉത്തരം ഓപ്ഷൻ എ ആണ് പൊൻ പ്ലസ് കലശം. പൊൻ പ്ലസ് കലശം. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ഉത്തരം ഓപ്ഷൻ ബി ആണ് ശാസ്താംകോട്ട.
32. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 9. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഡക്കാൻ പീഠഭൂമി. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി പമ്പ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. നെഹ്റു ട്രോഫി വള്ളംകളി ഏതു കായലിലാണ് നടക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി പുന്നമടക്കായൽ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? ഉത്തരം ഓപ്ഷൻ ബി 941. കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി AJ ദേശായി. 40. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സൈലന്റ് വാലി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഓപ്ഷൻ സി മേഘാലയ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏതു വർഷം? ഉത്തരം ഓപ്ഷൻ സി 1973. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ് ഓർബിറ്റർ. താഴെ പറയുന്നവയിൽ അമൃത ശേഖറിന്റെ ചിത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗ്രാമീണ ജീവിതം. ചരക്കു സേവന നികുതി GST നിലവിൽ വന്നത്? ഉത്തരം ഓപ്ഷൻ ബി 1 ജൂലൈ 2017. ഗോദാൻ എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രേംചന്ദ്. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞവളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ഏഷ്യ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് അല്ലു അർജുൻ. 50. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാലം സാക്ഷി. അപ്പൊ 100 മാർക്കിന്റെ ഫുൾ മോക്കാണ്. ഇപ്പൊ സമയം 1.5 മണിക്കൂർ സെറ്റ് ചെയ്ത് തന്നെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കോർ എത്രയാണ് താഴെ കമന്റ് ചെയ്യുക. സോ ഇനിയുള്ള ദിവസം ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. പിന്നെ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് ഏതൊക്കെ ടോപ്പിക്സ് ആണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത ടോപ്പിക്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. കറണ്ട് അഫേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. മാത്സും മലയാളം ഇംഗ്ലീഷും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.